ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള കുറച്ച് ഇഡിയംസാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചില ഇഡിയംസാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം ടു ക്യാച്ച് എ ടാർട്ടാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ക്യാച്ച് എ ടാർട്ടാർ, ടു ക്യാച്ച് എ ടാർട്ടാർ. ഓക്കെ, ടു ക്യാച്ച് എ ടാർട്ടാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ക്യാച്ച് എ ടാർട്ടാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ക്യാച്ച് എ ഡേഞ്ചറസ് പേഴ്സൺ. എന്താ ആൻസർ? ടു ക്യാച്ച് എ ഡേഞ്ചറസ് പേഴ്സൺ. To catch a dangerous person. അതാണ് ടു ക്യാച്ച് എ ടാർട്ടാർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അടുത്താണ് അടുത്ത് എന്താണ്? ഒരു വാക്കാണ്. ഓക്കെ, ഡാഫ്റ്റ് ആസ് എ ബ്രഷ്. ഓക്കെ, ഹീസ് ഡാഫ്റ്റ് ആസ് എ ബ്രഷ് എന്ന് പറഞ്ഞാൽ DAFT, ഡാഫ്റ്റ് ആസ് എ ബ്രഷ്, BRUSH. ഡാഫ്റ്റ് ആസ് എ ബ്രഷ് എന്ന് പറയുന്ന ഇഡിയത്തിൻ്റെ അർത്ഥമാണ് വെരി സ്റ്റുപ്പിഡ്. എന്താണ്? വെരി സ്റ്റുപ്പിഡ്. ഓക്കെ, വെരി സ്റ്റുപ്പിഡ്, അതിൻ്റെ അർത്ഥമാണ് വെരി സ്റ്റുപ്പിഡ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, ഡാഫ്റ്റ് ആസ് എ ബ്രഷ്, വെരി സ്റ്റുപ്പിഡ്. ഓക്കെ, വെരി സ്റ്റുപ്പിഡ്. ഓക്കെ, വെരി സ്റ്റുപ്പിഡ്. അടുത്ത വാക്കാണ്. ഓക്കെ, അടുത്ത വാക്കാണ് എന്താണ്? ഓക്കെ, ദ നോയ്സ് കോസ്ഡ് ഓൾ ദ നെയ്ബേഴ്സ് ടു. ഓക്കെ, ദ കോസ്, ഓക്കെ, അല്ലെങ്കിൽ ദ നോയ്സ് കോസ്ഡ് ഓൾ ദ നെയ്ബേഴ്സ് ടു എന്താണ്? ഡാഷ്. എന്താണ് വരിക വെച്ച് കഴിഞ്ഞാൽ അത് ഗോ നട്ട്സ്. എന്താ പറയുക? ഗോ നട്ട്സ്. ഓക്കെ, ഗോ നട്ട്സ്. ഓക്കെ, ദേഷ്യം പിടിപ്പിച്ചു, അല്ലെങ്കിൽ ഓക്കെ, ദ നോയ്സ് കോസ്ഡ് ഓൾ ദ നെയ്ബേഴ്സ് ടു ഗോ നട്ട്സ്. ഓക്കെ, ഗോ നട്ട്സ്. ഓക്കെ, അവരെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ചു. ഗോ നട്ട്സ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അടുത്ത വാക്കാണ്. ഓക്കെ, എന്താണ്? ഓക്കെ, ഒരു ബേക്കേഴ്സ് ഡസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരം ചോദ്യമാണ്, നമുക്കറിയാം. ബേക്കേഴ്സ് ഡസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? BAKER, ബേക്കേഴ്സ് ഡസൻ. ഓക്കെ, ബേക്കേഴ്സ് ഡസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 13. ബേക്കേഴ്സ് ഡസൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 13. ബേക്കേഴ്സ് ഡസൻ എന്ന് പറഞ്ഞാൽ 13. അടുത്ത്, ഓക്കെ, അൺഏബിൾ ടു റീച്ച് എ ഡിസിഷൻ. അൺഏബിൾ ടു റീച്ച് എ ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അൺഏബിൾ ടു റീച്ച് എ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ സിറ്റ് ഓൺ ദ ഫെൻസ്. എന്താണ്? സിറ്റ് ഓൺ ദ ഫെൻസ്. ഓക്കെ, സിറ്റ്. ഓക്കെ, സിറ്റ് ഓൺ ദി ഫെൻസ്, FENCE, സിറ്റ് ഓൺ ദ ഫെൻസ്, FENCE. അൺഏബിൾ ടു റീച്ച് എ ഡിസിഷൻ, അതിൻ്റെ അർത്ഥമാണെന്ത്? സിറ്റ് ഓൺ ദ ഫെൻസ്. ഓക്കെ, സിറ്റ് ഓൺ ദ ഫെൻസ്. ഓക്കെ, FENCE, സിറ്റ് ഓൺ ദ ഫെൻസ്. ഓക്കെ, സിറ്റ് ഓൺ ദ ഫെൻസ്. ഓക്കെ, സിറ്റ് ഓൺ ദ ഫെൻസ്. അടുത്ത ഇഡിയമാണ് എന്താ? ഹീൽ. ഓക്കെ, ഹീൽ ഓവർ ഹീൽസ്. എന്താ അർത്ഥം? ഓക്കെ, HEAL, ഹീൽ ഓവർ. ഓക്കെ, ഹീൽ ഓവർ ഹീൽസ്. ഓക്കെ, ഹീൽ. ഓക്കെ, ഹെഡ് ഓവർ ഹീൽസ് അല്ലെങ്കിൽ ഹീൽ ഓവർ ഹീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥമാണ് എക്സൈറ്റഡ്. ഓക്കെ, എക്സൈറ്റഡ്. ഓക്കെ, എക്സൈറ്റഡ്, EXCITED, എക്സൈറ്റഡ് ആണ്. ഹെഡ് ഓവർ ഹീൽസ് അല്ലെങ്കിൽ ഹീൽ ഓവർ ഹീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സൈറ്റഡ് ആണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അടുത്ത വാക്കാണ് ഹാൻഡ് ആൻഡ് ഗ്ലൗ. എന്താണ് വാക്ക്? ഹാൻഡ് ആൻഡ് ഗ്ലോ, GLOV, ഹാൻഡ് ആൻഡ് ഗ്ലൗ എന്ന് പറഞ്ഞാൽ ഈ ഇടയത്തിൻ്റെ അർത്ഥമാണ് എന്താണ്? വെരി ഫ്രണ്ട്ലി. എന്താണ്? വെരി ഫ്രണ്ട്ലി, FRIENDLY, വെരി ഫ്രണ്ട്ലി. ഓക്കെ, ഹാൻഡ് ആൻഡ് ഗ്ലൗ എന്ന് പറഞ്ഞ ഇടത്തിൻ്റെ അർത്ഥമാണ് എന്ത്? വെരി ഫ്രണ്ട്ലി എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, വെരി ഫ്രണ്ട്ലി എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, അടുത്ത വാക്കാണ് എ ബിഗ് ബഗ്. ഓക്കെ, എ ബിഗ് ബഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബിഗ് ബഗ്, BUG, എ ബിഗ് ബഗ് എന്ന് പറയുന്ന ഇതിൻ്റെ അർത്ഥമാണെന്ത്? എ പേഴ്സൺ ഓഫ് ഇമ്പോർട്ടൻസ്. എ പേഴ്സൺ, PERSON, എ പേഴ്സൺ ഓഫ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എ വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. എ പേഴ്സൺ ഓഫ് ഇമ്പോർട്ടൻസ്, IMPORTANCE, ഇമ്പോർട്ടൻസ്. എ ബിഗ് ബഗ് എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥമാണ് എ പേഴ്സൺ ഓഫ് ഇമ്പോർട്ടൻസ് എന്ന് പറയും. എ പേഴ്സൺ ഓഫ് ഇമ്പോർട്ടൻസ്. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുന്നത് ടു ഷോ ദ വൈറ്റ് ഫെദർ. എന്താണ്? ടു ഷോ the white feather. Okay, to show the white feather, FEATHER, to show the white feather എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ടു ഷോ സൈൻസ് ടു കവേർഡ് ഐസ്. എന്താണ്? ടു ഷോ അതിൻ്റെ അർത്ഥമാണ് ടു ഷോ സൈൻ, SIGNNS, ടു ഷോ സൈൻസ് ടു കവേർഡ് ഐസ്. ഓക്കെ, കവേർഡ് ഐസ്, COWAR, ഓക്കെ, ARDICEDICE, കവേർഡ് ഐസ്. ടു ഷോ ദ വൈറ്റ്. ഓക്കെ, ടു ഷോ ദ വൈറ്റ് ഫെദർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഷോ സൈൻസ് ടു കവേർഡ് ഐസ്, ടു ഷോ ദി സൈൻ ടു കവേർഡ് ഐസ്. ഓക്കെ, അടുത്ത അർത്ഥമാണ്. ഓക്കെ, എന്താ പറയുക? അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഡിയംസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത വാക്കാണ് എന്താണ്? ഓക്കെ, അടുത്തൊരു ഇഡിയം, അടുത്തൊരു ശൈലി നമ്മൾ നോക്കുകയാണ്. അടുത്തൊരു ശൈലിയാണ്. ഓക്കെ, കുക്ക്. എന്താണ്? എ കോക്ക്, COCK, എ കോക്ക് ആൻഡ് ബുൾ, എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി. ഓക്കെ, എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറയുന്ന അതിൻ്റെ അർത്ഥം എന്താണ്? ഓക്കെ, അതിൻ്റെ അർത്ഥമാണ്
എ സ്റ്റോറി ദാറ്റ് കാൺ ബി ബിലീവ്ഡ്, അത് വിശ്വസിക്കാൻ പറ്റാത്തൊരു സ്റ്റോറി. എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി. എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി മീൻസ് എന്താണ്? എ സ്റ്റോറി ദാറ്റ് കാൺ ബി ബിലീവ്ഡ്. ഓക്കെ, എ സ്റ്റോറി ദാറ്റ് കാൺഡ് ബി ബിലീവ്ഡ്, ദാറ്റ് കാൺ ബി ബിലീവ്ഡ്, അതായത് വിശ്വസിക്കാൻ കൊള്ളാത്തൊരു സ്റ്റോറിയാണെന്ന് എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ അടുത്ത എന്താണ്? ഓക്കെ കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ഓക്കെ എന്താണ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ? കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ ഓക്കെ റെയിനിങ് ഹെവി റെയിൻ. ഓക്കെ കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെവി റെയിൻ. ഓക്കെ ഇറ്റ് റെയിൻ ഹെവിലി. ഓക്കെ കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞ ശൈലി കൊണ്ട് അർത്ഥമാണത് ഹെവി റെയിൻ. അതായത് ഒരു അതിൻ്റെ ഒരു പ്രയോഗം നമ്മൾ നോക്കുകയാണ്. ഡ്യൂറിങ് ദ മൺസൂൺ ഇറ്റ് റെയിൻസ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ഓക്കെ ഡ്യൂറിങ് ദ മൺസൂൺ ഇറ്റ് റെയിൻസ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ ഹെവി റെയിൻ അല്ലെങ്കിൽ ഹെവി റെയിൻ അല്ലെങ്കിൽ ശക്തമായ മഴ എന്ന ഒരു ശൈലിയാണത്. ഓക്കെ അടുത്തതാണ്. അടുത്ത നമ്മൾ നോക്കുന്നത് അടുത്തൊരു ശൈലിയാണത്. അടുത്തൊരു ശൈലി നമ്മൾ നോക്കാൻ പോകുന്നത് അറ്റ് സിക്സസ് ആൻഡ് സെവൻസ് എന്ന് പറഞ്ഞ സംഗതി. അറ്റ് സിക്സസ്. ഓക്കെ അറ്റ് സിക്സസ് at 6 and 7 means at 6 and 7. Okay means at 6 and 7 means എന്താണ്? at 6 and 7 means എന്താണ്? ഓക്കെ at 6 and 7 means എന്താണ്? 6 and 7 means confused. കൺഫ്യൂസർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി, ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി. കൺഫ്യൂസ്ഡ്. at 6 and 7 എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് എന്നാണ് at 6 and 7 എന്ന് പറഞ്ഞ ശൈലിയുടെ അർത്ഥം. ഓക്കെ അടുത്തൊരു ശൈലിയാണ് എ ഫിഷ്. എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ. എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ മീൻസ് എന്താണ്? എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓക്കെ എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞ സംഗതി എന്താണ്? ഓക്കെ ടു ബി ഇൻ എ അൺകംഫർട്ടബിൾ പൊസിഷൻ. എന്താണ്? ടു ബി ഇൻ എ അൺകംഫർട്ടബിൾ ടു ബി ഇൻ എ അൺകംഫർട്ടബിൾ പൊസിഷൻ, അതായത് ഒട്ടും സുഖകരമല്ലാത്തൊരു പൊസിഷൻ. ടു ബി ഇൻ എ അൺകംഫർട്ടബിൾ പൊസിഷൻ ആണ് എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ. ഓക്കെ അതായത് വെള്ളത്തിൻ്റെ പുറത്തുള്ള ഒരു മീനെ അത്ര കംഫർട്ടബിൾ ആയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്നാൽ ടു ബി in a uncomfortable position എന്നാണ് ആ ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ ആ ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അതാണ്. ഓക്കെ അടുത്തൊരു ശൈലിയാണെന്ത്? എന്താണ്? അടുത്തൊരു ശൈലി എന്താണ്? ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എന്താണ്? ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഓക്കെ ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് in black and white എന്ന് പറഞ്ഞ സംഗതി. ഓക്കെ ടു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞ സംഗതി റിട്ടൺ ഫോർമാറ്റ് അല്ലെങ്കിൽ ടു റൈറ്റ്. ഓക്കെ അപ്പോൾ ഒരു സെന്റൻസ് പറയുകയാണെങ്കിൽ ദ മാനേജർ ഇൻസിസ്റ്റഡ് ദാറ്റ് ദ എഗ്രിമെന്റ് മസ്റ്റ് ബി മെയ്ഡ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പോൾ ദ മാനേജർ ഇൻസിസ്റ്റഡ് ദാറ്റ് ദ എഗ്രിമെന്റ് മസ്റ്റ് ബി മെയ്ഡ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു റിട്ടൺ ഫോർമാറ്റിലേക്ക് ആക്കണം എന്നാണ് അതിൻ്റെ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തൊരു ശൈലിയാണത്. അടുത്തൊരു ഇഡിയമാണത്. Wolfish. WOLFISH. Wolfish eye എന്ന് പറഞ്ഞാൽ ഗ്രീഡ്നെസ്, അതായത് ഗ്രീഡ്നെസ് ആർത്തി ഗ്രീഡ്നെസ് എന്ന് പറഞ്ഞത് GREEDNESS. ഓക്കെ ഗ്രീഡ്നെസ് GREEDNESS ഗ്രീഡ്നെസ്. ഓക്കെ വുൾഫിഷ് ഐ എന്ന് പറഞ്ഞ സംഗതി വുൾഫിഷ് ഐ അതാണ് ഗ്രീഡ്നെസ് എന്ന് പറഞ്ഞ സംഗതി അല്ലെങ്കിൽ ആർത്തി എന്ന് പറയുന്ന ഒരു ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് ആ വുൾഫിഷ് ഐ എന്ന് പറയുന്ന ശൈലിയാണത് ഗ്രീഡ്നെസ് എന്ന് പറഞ്ഞത് ഓർത്തിരിക്കുക. ഓക്കെ 6 and 7 നമ്മൾ നോക്കി. അപ്പോൾ നമ്മൾ നോക്കിയത് കുറച്ച് ഇഡിയംസ് ആണ്. ഓക്കെ എക്സാമുകളിൽ ചോദിച്ചു കണ്ടുള്ള ഇഡിയംസ് ആണ്. തൊട്ടടുത്ത ക്ലാസ്സിൽ മറ്റൊരു സെഷനുമായി കാണാം. ആദ്യമായിട്ട് ചാനൽ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.